ഒരിക്കൽ ദൈവമനുഷ്യനായ മോശ ദൈവത്തോട് ചോദിച്ചു, അല്ലയോ ദൈവമേ, അങ്ങ് ആരാണ്? അങ്ങയുടെ പേര് എന്താണ്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന വീര്യപ്രവർത്തികൾക്ക് ഒത്തവിധം ദൈവത്തെ പല പേരുകളിൽ വിളിച്ചിരുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവന്നപ്പോൾ റാഫ യഹോവ, സൗഖ്യമാക്കുന്ന ദൈവമെന്നും, അവരുടെ ജീവിതത്തിൽ ദൈവം ജയം നൽകിയപ്പോൾ നിസ്സി യഹോവ, ജയത്തിൻ്റെ കൊടിയായ ദൈവമെന്നും, അവരുടെ ജീവിതത്തിൽ ദൈവം വീര്യം പ്രവർത്തിച്ചപ്പോൾ എൽ ഷദായി, സർവശക്തിയുള്ള ദൈവമെന്നും അവർ ആ ദൈവത്തെ വിളിച്ചു. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഈ ദൈവത്തെ അവർ അത്ഭുത മന്ത്രി എന്ന് വിളിച്ചു. ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ, വിശ്വസ്തനായ, ഏകനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അത്ഭുത മന്ത്രിയായ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പല മന്ത്രിമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആഭ്യന്തരമന്ത്രിയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. എന്നാൽ അത്ഭുത മന്ത്രി എന്ന പേരിന് യോഗ്യൻ അത് ദൈവം മാത്രമാണ്. മനുഷ്യർക്ക് പലതും നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അല്പം ഇഷ്ടികയും സിമൻറ്റും മെറ്റലും കമ്പിയുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീട് നിർമ്മിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. അല്പം തടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫർണിച്ചർ നിർമ്മിച്ചെടുക്കുവാനായിട്ട്, ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. എന്തെങ്കിലുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അതിന് രൂപമാറ്റം വരുത്തി മറ്റൊന്ന് നിർമ്മിച്ചെടുക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. എന്നാൽ എന്തെങ്കിലും സൃഷ്ടിക്കുവാനായിട്ട് ഏതെങ്കിലും മനുഷ്യന് സാധിക്കുമോ? സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ശൂന്യമായ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഏതെങ്കിലും മനുഷ്യന് സാധിക്കുമോ? അത് സാധിക്കുന്നവൻ നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മുടെ ദൈവത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും, നമ്മുടെ ദൈവത്തിന് നിർമ്മിക്കുവാൻ സാധിക്കും, നമ്മുടെ ദൈവത്തിന് നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തെ അത്ഭുത മന്ത്രി എന്ന് വിളിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിന്റെ കൈ ഇന്ന് ശൂന്യമാണോ? ഒന്നുമില്ലാത്ത അവസ്ഥയാണോ? ശൂന്യമായതിനെ നിറക്കുവാൻ ഈ അത്ഭുത മന്ത്രി വിശ്വസ്തനാണ്. നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം ഇന്ന് പ്രവർത്തനരഹിതമായിരിക്കുകയാണോ? പ്രവർത്തനരഹിതമായതിനെ പ്രവർത്തിപ്പിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ തലമുറ കൈവെള്ളയിലൂടെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണോ നീ ആയിരിക്കുന്നത്? നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്. അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ പക്കൽ നിന്ന് അത്ഭുതം പ്രാപിക്കുവാൻ നീ യോഗ്യനായവനാണ്. ഈ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ എത്ര സമയം വേണം? 1 വർഷം, 1 മാസം, ഒരാഴ്ച, അല്ലെങ്കിൽ 1 ദിവസം? അബ്രഹാം എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ 25 വർഷങ്ങൾക്കപ്പുറത്ത് കാത്തിരിപ്പിനൊടുവിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ ഹന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞ്, വിശ്വസിച്ച്, നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ആണ്ടിൽ 1 വർഷത്തിനപ്പുറത്ത് അവളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ താൻ മരിച്ച 4-ാമത്തെ ദിവസം തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ലാസറിൻ്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അഹരോന്റെ വടി തളിർത്തത് പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം, 1 ദിവസത്തിനപ്പുറത്ത് അഹരോന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. എന്നാൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഒരു സൗഖ്യം നൽകുവാൻ, അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനായിരുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ എത്ര സമയം വേണം? ഈ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മറന്നുപോകരുത്, അത്ഭുതം എന്ന് പറയുന്നത് അത് സംശയിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് ദൈവത്തെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. യേശുക്രിസ്തു മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും.
അതെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പലരോടും സംസാരിക്കുമ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട്, വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കാത്ത സംശയം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നു. എന്നാൽ ഇന്ന് പകലിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കസേര കാണുമ്പോൾ ധൈര്യത്തോടെ അതിൽ കയറിയിരിക്കാറില്ലേ? അത് നിങ്ങളുടെ ഭാരം താങ്ങുമെന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ഇരിക്കാറുള്ളത്? ജീവനില്ലാത്ത ഒരു കസേരയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ജീവനുള്ള, വിശ്വസ്തനായ, സർവശക്തനായ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വിശ്വസ്തനായ ഈ ദൈവത്തെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? സംശയിക്കാതെ ദൈവത്തെ വിശ്വസിക്കുക, സംശയിക്കാതെ ദൈവത്തെ പിൻപറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ അത്ഭുതം സംശയിക്കാതെ വിശ്വസിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ പ്രതിസന്ധി, നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട്, അവൻ അത്ഭുത മന്ത്രിയാണ്, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അത്ഭുത മന്ത്രിയായ ഈ ദൈവം, മുഖപക്ഷമില്ലാത്ത ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക, വലിയത് പ്രതീക്ഷിക്കുക, അത്ഭുതങ്ങൾ പ്രാപിക്കുക. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.